നമസ്കാരം. ആർത്തവവേദന ഒരുപാട് സ്ത്രീകൾ ആരോടും പറയാതെ നിശ്ശബ്ദമായി സഹിക്കുന്ന ഒരു കാര്യമാണിത്, അല്ലേ? പക്ഷെ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഈ വേദന എപ്പോഴാണ് സാധാരണമല്ലാതാവുന്നത്? എപ്പോഴാണ് നമ്മളൊരു ഡോക്ടറുടെ സഹായം തേടേണ്ടത്? അപ്പോൾ നമുക്കിന്ന് ഇതിനെപ്പറ്റി കുറച്ചുകൂടി സംസാരിക്കാം. ഇതാണ് നമ്മളിൽ പലർക്കുമുള്ള ഒരു പ്രധാന സംശയം. ആർത്തവ സമയത്ത് കുറച്ചു വേദനയൊക്കെ സാധാരണയല്ലേ? മിക്കവരും ഇതിനെ ആ ദിവസങ്ങളിലെ ഒരു ഭാഗമായിട്ടാണ് കാണുന്നത്. പക്ഷേ എല്ലാ വേദനകളും ഒരുപോലെയാണോ? ശരിക്കും എന്താണ് ഇതിന്റെ ഉത്തരം? നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഈ സാധാരണ വേദന എന്ന് പറയുന്നത്? ഇതിനെക്കുറിച്ചൊരു ധാരണയുണ്ടായാൽ മാത്രമേ നമ്മുടെ അനുഭവം അതിൽ നിന്ന് വ്യത്യസ്തമാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റൂ. നോക്കൂ, സാധാരണ വേദനയാണെങ്കിൽ അതിന് രണ്ട് പ്രധാന ലക്ഷണങ്ങളുണ്ട്. ഒന്നാമത്തേത് അതിന്റെ ദൈർഘ്യം. അത് 1-2 ദിവസം, ഏറി വന്നാലൊരു 3-ാമത്തെ ദിവസം അത്രേ കാണൂ. പിന്നെ ചൂടുവെള്ളം പിടിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു സാധാരണ പെയിൻ കില്ലർ കഴിക്കുമ്പോഴോ ആ വേദനയ്ക്കൊരു ആശ്വാസം കിട്ടും. ഇതാണൊരു ബേസ്. പക്ഷേ നിങ്ങളുടെ വേദന ഇതൊന്നുമല്ലെങ്കിലോ? ആ ദിവസങ്ങളിൽ വേദന കാരണം നിങ്ങളുടെ സാധാരണ ജീവിതം തന്നെ ബുദ്ധിമുട്ടിലാവുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനിയാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിലേക്ക് വരുന്നത്. നമ്മുടെ ശരീരം തന്നെ തരുന്ന ചില മുന്നറിയിപ്പുകൾ. ഇതിനെ നമ്മൾ ഒരിക്കലും അവഗണിക്കരുത്. കാരണം ഇത് ചിലപ്പോൾ കൂടുതൽ ഗൗരവമുള്ള ഒന്നിന്റെ സൂചനയാവാം. പ്രധാനമായും രണ്ട് കാര്യങ്ങൾ. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം, വേദന സഹിക്കാൻ പറ്റാത്ത അത്രയും കഠിനമാവുക. അതായത് വേദന കാരണം നിങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഓഫീസിൽ പോകാൻ കഴിയുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. രണ്ടാമതേത്, നിങ്ങളുടെ പീരിയഡ്സ് കഴിഞ്ഞിട്ടും ഈ വേദന മാറാതെ നിൽക്കുന്നു. ഈ 2 ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറെ കാണേണ്ട സമയമായി. ഈ പറയുന്ന കഠിനമായ വേദന വെറുതെ വരുന്നതല്ല. അതിനു പിന്നിൽ പലപ്പോഴും ചില മെഡിക്കൽ കാരണങ്ങളുണ്ടാവാം. അതിൽ സാധാരണയായി കാണുന്ന ചിലതിനെ നമുക്ക് പരിചയപ്പെടാം. എൻഡോമെട്രിയോസിസ്. പേര് കേട്ട് പേടിക്കണ്ട. സിമ്പിളായി പറഞ്ഞാൽ, ഗർഭപാത്രത്തിനുള്ളിൽ കാണുന്ന കോശങ്ങൾ ഗർഭപാത്രത്തിന് പുറത്തു വളരുന്ന ഒരവസ്ഥയാണിത്. ഇത് കടുത്ത വേദനയ്ക്ക് കാരണമാകും. ഇതിന് കൃത്യമായ ചികിത്സയും ആവശ്യമാണ്. മറ്റൊന്നാണ് യൂട്രൈൻ ഫൈബ്രോയിഡുകൾ, അതായത് ഗർഭാശയത്തിലെ മുഴകൾ. ഇത് കേൾക്കുമ്പോൾ പേടിക്കണ്ട. ഇവ ക്യാൻസറല്ല. പക്ഷേ ഇവയുടെ സാന്നിധ്യം ആർത്തവ സമയത്ത് കഠിനമായ വേദനയ്ക്കും അമിതമായ രക്തസ്രാവത്തിനും കാരണമായേക്കാം. പക്ഷേ ഒരു നല്ല വാർത്തയുണ്ട്. ഇതിനൊക്കെ പരിഹാരങ്ങളുണ്ട്. പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ ശരിയായ വഴികൾ തിരഞ്ഞെടുക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇതൊരു ഉറപ്പാണ്. കഠിനമായ വേദന സഹിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല. ശരിയായ രോഗനിർണയത്തിലൂടെയും ചികിത്സയിലൂടെയും വേദനയില്ലാത്ത സന്തോഷകരമായ ഒരു ജീവിതം നമുക്ക് സാധ്യമാണ്. ഈയൊരു വാചകം നിങ്ങൾ മനസ്സിലുറപ്പിക്കണം. നിങ്ങൾ വേദന സഹിക്കേണ്ട ഒരാളല്ല. അത് സഹിക്കുന്നതൊരു ശീലമാക്കരുത്. സഹായം ചോദിക്കാൻ ഒരു മടിയും വിചാരിക്കരുത്. കാരണം നിങ്ങളുടെ ആരോഗ്യമാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ എന്തു ചെയ്യണം? വഴി വളരെ സിമ്പിളാണ്. ആദ്യത്തെ സ്റ്റെപ്പ്, ഒരു ഡോക്ടറെ അല്ലെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ തുറന്നു സംസാരിക്കുക എന്നതാണ്. അപ്പോൾ മാത്രമേ വേദനയുടെ യഥാർത്ഥ കാരണം കണ്ടെത്താനും ശരിയായ ചികിത്സ തുടങ്ങാനും സാധിക്കൂ. അവസാനമായിട്ട് നിങ്ങളോട് തന്നെ ഈ ഒരു ചോദ്യം ചോദിക്കണം. നിങ്ങളുടെ ആരോഗ്യത്തിന് നിങ്ങൾ ആവശ്യമായ പ്രാധാന്യം നൽകുന്നുണ്ടോ? ഒരു സഹായം വേണമെങ്കിൽ അത് ചോദിക്കാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ ലക്ഷണങ്ങൾ ശ്രദ്ധിക്കുക. ഒരു ഡയറിയിൽ അത് കുറിച്ചുവെക്കുന്നതുപോലും ഡോക്ടറോട് സംസാരിക്കുമ്പോൾ നിങ്ങളെ സഹായിക്കും. ഓർക്കുക, നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്.